ടെറാക്കോട്ട പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. പ്രൈസിങ് നമുക്ക് 60 rupees മുതൽ 300 വരെ റേഞ്ചിൽ വരുന്ന സ്ക്വയർ ഫീറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ഇമ്പോർട്ടഡ് ക്ലേ പ്രൊഡക്ട്സുകളാണ്. മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ ഒരു ഗ്രേ വന്നു, റസ്റ്റിക് വന്നു, അല്ലേ, ബർഗന്തി വന്നു, അങ്ങനെ മിക്സഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാം. ഇത് നമുക്ക് എക്സ്റ്റീരിയറിൽ കൊടുക്കാൻ പറ്റുമോ? എക്സ്റ്റീരിയർ ഇന്റീരിയർ എല്ലാം ചെയ്യും. ആർക്കിടെക്ടർമാർ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് അത് അവരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. സ്ട്രെങ്ത് ഉള്ള ക്ലേ തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ നാട്ടിൽ വീട് പണിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ടെറാക്കോട്ട പ്രൊഡക്റ്റുകൾ. അതിൽ തന്നെ ജാളികളാണെങ്കിലും വാൾ ക്ലാഡിംഗ് ആണെങ്കിലും ഒക്കെ ഇന്ന് മുന്നിൽ നിൽക്കുകയാണ് ആളുകൾ, അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് സെലക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും നമുക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റുകൾ എവിടെ ലഭിക്കുമെന്ന് മാർക്കറ്റിൽ എന്നുള്ളതാണ്. ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നതൊക്കെ വാൾ ക്ലാഡിങ്ങുകളാണെങ്കിൽ അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡുകൾ, അത് തന്നെ റഫ് ഫിനിഷ്, സ്മൂത്ത് ഫിനിഷ്, കളർ വേരിയേഷൻസ്, ഇതെല്ലാം ലഭിക്കുന്ന ഒരു സ്ഥാപനം എവിടെ കാണുമെന്നായിരിക്കും പലരും ചിന്തിക്കാറുള്ളത്. ഈ കാണുന്ന കോഫി കളർ കണ്ടില്ലേ, അല്ലെങ്കിൽ വൈറ്റ് കളർ കണ്ടില്ലേ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറാക്കോട്ട പ്രൊഡക്ട്സുകൾ ഫ്ലോറിലാണെങ്കിലും സീലിങ്ങിലാണെങ്കിലും വാളിലാണെങ്കിലും ലഭിക്കുന്ന ഒരു സ്ഥാപനം അതാ നമ്മുടെ നാട്ടിൽ തന്നെയാണ്, കൊച്ചിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എക്സ്പെഷ്യലി എന്ന് പറഞ്ഞാൽ ടെറാക്കോട്ട പ്രൊഡക്റ്റുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം എന്ന് തന്നെ പറയണം. അതായത് ഓൾ ഇന്ത്യയിൽ ടെറാക്കോട്ട പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്ത് വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനം. ടെറാക്കോട്ട പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് എവിടെയാണ് എന്ന്. നമ്മളിന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ കൊച്ചി സെൻറ്ററിൽ തന്നെ ടെറാക്കോട്ട പ്രൊഡക്റ്റുകൾ വൈഡായിട്ട് സെയിൽ ചെയ്യുന്ന ടെറാക്കോൺ എന്നുള്ള സ്ഥാപനത്തിലാണ്. റെഡ് മാർക്കറ്റ് ജംഗ്ഷനിൽ മെയിൻ റോഡ് ഹൈവേൻ്റെ സൈഡിലായിട്ട് തന്നെ വിശാലമായിട്ടുള്ള ടെറാക്കോട്ട പ്രൊഡക്റ്റുകൾ നിരത്തി വിൽക്കുന്ന അല്ലെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനം. ഈ കാണുന്ന റോഡ് കണ്ടില്ലേ, മെയിൻ ഹൈവേയിൽ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ ഷോറൂം ടെറാക്കോണിൻ്റെ സൗത്ത് ഇന്ത്യയിലെ ചെന്നൈയിലെ ബാംഗ്ലൂരൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിനപ്പുറം അവരിതാ കേരളത്തേക്ക് വന്നിരിക്കുകയാണ്. കേരളത്തിലെ അടിപൊളിയായിട്ടുള്ള ടെറാക്കോട്ട പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള കളക്ഷനുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മുടെ ചാനലുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ടെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ കൂടെ സെലീം ആലുക്കൽ. ടെറാക്കോട്ട പ്രോഡക്റ്റുകളുടെ അത്ഭുത ലോകം ടെറാക്കോൺ. ഷെമിനാണ് കൂടുതൽ. ഹായ് ഷെമിൻ. ഹായ് ഷെമിൻ, ടെറാക്കോട്ട പ്രോഡക്റ്റുകളുടെ അത്ഭുത ലോകം എന്ന് പറഞ്ഞാൽ ആളുകൾ ഫ്ലോറിങ്, ഓട്, സീലിംഗ് ഓടുകൾ, വാൾ ടൈലുകൾ, അങ്ങനെ പുതിയ പുതിയ മോഡലുകൾ വന്നുകൊണ്ടിരിക്കുക. കൂടുതൽ ആളുകൾ വീണ്ടും ഈ ടെറാക്കോട്ടയിലേക്ക് വരിക. എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്ന പ്രൊഡക്റ്റാണ്. എന്തൊക്കെയാണ് പുതിയ മോഡലുകൾ? പുതിയ മോഡലുകൾ നമ്മൾ ക്ലേ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. നമ്മൾ ക്ലേയിൽ മെയിനായിട്ട് ഫ്ലോർ ടൈൽസ് വരുന്നുണ്ട്, ക്ലാഡിങ്സ് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇതൊക്കെ പുതിയ ഐറ്റം വന്നതാണ്. പുതിയ ക്ലാഡിംഗ് ആണ്. 6x6 ഇഞ്ചസിൽ വരുന്നത്. 6x6 ഇഞ്ചസിലാണ്. അതുപോലെ ലോങ് ആയിട്ടുള്ള ഒരു മോഡൽ അല്ലേ? എത്ര സൈസ് അതിൻ്റെ? ഇതാകുമ്പോൾ 20x2 ഇഞ്ചസ് വരും. 20x2 ഇഞ്ചസ്, അതായത് ഇത്ര വലുപ്പം ഉണ്ടാവും അല്ലേ? 20 ഇഞ്ച്, അതായത് രണ്ട് അടിയുടെ അടുത്ത് വരികയാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ടെറാക്കോട്ട ആളുകൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ റേറ്റ് വളരെ പ്രധാനപ്പെട്ട പല സൈസുകളുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പ്രൈസുകൾ വരിക? പ്രൈസിങ് നമുക്ക് 60 rupees മുതൽ 300 വരെ റേഞ്ചിൽ വരുന്ന സ്ക്വയർ ഫീറ്റ് റേഞ്ചിൽ വരുന്ന പ്രൈസിങ് പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു മോഡലിലേക്ക് വരാം. വാൾ ക്ലാഡിംഗ് ആണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഇതൊരു വാൾ ക്ലാഡിംഗ് ആണ് അല്ലേ? പില്ലറുകളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല മോഡലാണ്. ഇതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാൽ കോഫി കളർ, ഗ്രേ കളർ, ക്രീം കളർ, സിംസൺ ബ്ലാക്ക്, ലൈറ്റ് റെഡ്, ബർഗണ്ടി, ഒരുപാട് മോഡലുകളുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ കാണുന്നു ചെറിയ സൈസുകളാണെന്ന് തോന്നുന്നു അല്ലേ? അതെ. അതിൽ ഒരു റഫായിട്ടുള്ള ഫിനിഷ്, ഇതെന്താ പ്രത്യേകത? ഇത് നമുക്ക് ബ്രഷ്ഡ് ഫിനിഷ് എന്ന് പറയും. ബ്രഷ്ഡ് ഫിനിഷ്. ഓക്കെ, സാധാരണ സ്മൂത്തിനപ്പുറം ഇതൊരു ഡിഫറെൻ്റ് ആണ്, റഫാണ്. ഓക്കെ, വാൾ ക്ലാഡിങ്ങിൽ ഡിഫറെന്റ് ഫീലാണ്. സാധാരണ കാണുന്ന ഫീൽ ഇതാണ്. ഇതൊരു ബ്രഷ്ഡ് ഫിനിഷ്. പിന്നെ നമുക്കിത് അതേപോലെ റഫ് ഫിനിഷ് വരുന്ന കോഫി കളർ, അതായത് ചോക്ലേറ്റ് കളറാണ്. ഇതും നമ്മൾ നോക്കുമ്പോൾ റഫ് തന്നെയാണ്, ഡിഫറെൻ്റ് ആണ്. വയർ കട്ട് ഫിനിഷ് എന്നാണ് അതിന് പറയുന്നത്. അത് മറ്റൊരു മോഡലാണ്. ഇവിടെയൊക്കെ ഒരുപാട് മോഡലുണ്ടല്ലോ. ഇതൊക്കെ നമ്മുടെ ക്ലാഡിങ്സ് തന്നെയാണ്. എല്ലാം വിയറ്റ്നാം ഇമ്പോർട്ടഡ് ക്ലാഡിങ്സ് ആണ്. നമ്മൾ 9x3 സൈസിൽ വരുന്ന പ്ലെയിൻ ഫിനിഷിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ഇമ്പോർട്ടഡ് ക്ലേ പ്രൊഡക്ട്സുകളാണ്. എല്ലാം വിയറ്റ്നാം ഉണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്.
ഓക്കെ, ഇത് നമുക്ക് ഈ ടൈലിൽ തന്നെ ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പുകൾ അല്ലേ? ഇത് പല ഫിനിഷിൽ ഇതും വരുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കാൻ കാരണം ഇതിൻ്റെയൊക്കെ ഫിനിഷ് കണ്ടില്ലേ, റസ്റ്റിക് ടച്ച് ആണെന്ന് തോന്നുന്നു. ഇത് റസ്റ്റിക് ടച്ച് വരുന്നത്, റസ്റ്റിക് ആണ്. ഫിനിഷ് പ്ലെയിൻ ആണ്, റെഗുലർ ഫിനിഷ് ആണ്. ഇതാകുമ്പോൾ വയർ കട്ട് ഫിനിഷ്. വയർ കട്ട് ഫിനിഷ്, അതായത് മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അതുകൊണ്ടല്ലേ ഇവിടെ ഒരു ഗ്രേ വന്നു, റസ്റ്റിക് വന്നു അല്ലേ, ബർഗന്തി വന്നു, അങ്ങനെ മിക്സഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാം. നമ്മുടെ വീടിന് അനുയോജ്യമായ ഡിസൈനുകൾ കൊടുക്കാം. ഈ കാണുന്നത് ഏത് കളറിലാണ് വന്നത്? ഇത് ക്യാപ്പച്ചിനോ കളറാണ്. ക്യാപ്പിച്ചിനോ ആണ്. സൈസ് വരുന്നത് 9.5/2.5 സൈസാണ് വരുന്നത്. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ വരാം, ഒരുപാട് മോഡൽ ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു നമ്മുടെ നാടൻ ഇഷ്ടികയുടെ ഒരു ഫീലാണ് എങ്കിൽ ഇത് ഏതാണ് മോഡൽ? ഇത് ഷോർട്ട് ബ്ലാസ്റ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഷോർട്ട് ബ്ലാസ്റ്റ് ഫിനിഷ് ആണ്. 9/3 സൈസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ? ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് ഗുജറാത്താണ്, ഇന്ത്യൻ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ പല പല മോഡലാണ്. അപ്പോൾ ആളുകൾ ചോദിക്കും ഇതിനെത്ര വില, ഇതിനെത്ര വില? എല്ലാം സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് വരുന്നത്. അറൗണ്ട് 60 rupees മുതൽ 300 വരെ റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റുകളുണ്ട്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച മോഡലാണെന്ന് തോന്നുന്നു. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ചെറിയ ടൈലുകൾ, ചെറുതെന്ന് പറഞ്ഞാൽ ചെറിയ സ്ട്രിപ്പുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇതിന്റെ സൈസാണ് ഇവിടെ 6/1 ഇഞ്ചസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്ത് ടൈലായിട്ടാണ് അത് പറയപ്പെടുന്നത്? ഇത് ക്ലാഡിംഗ് തന്നെയാണ്. ക്ലാഡിംഗ് സ്റ്റോൺ തന്നെ, ക്ലേ ക്ലാഡിംഗ് തന്നെയാണ്. ക്ലേ ക്ലാഡിംഗ് തന്നെയാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് ഇങ്ങനെ വരിക, നമുക്കിപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണും. ഇതിൻ്റെ അടുക്ക ആളുകൾ കാണുന്നുണ്ടാവും, ഫ്ലോറിംഗ് ടൈൽ ഉണ്ടാവും, അതേപോലെ സീലിംഗ് ഉണ്ട്, ജാളികൾ, സ്പെഷ്യൽ ജാളികൾ, ഇതൊക്കെ ഉണ്ട്. നമുക്ക് പറയാൻ നമ്മൾ പറഞ്ഞു കൊണ്ട് പോവുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത് ഫാസ്റ്റായിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു കാണുന്ന മെറ്റീരിയൽ ഇതെന്താണ്? ഇത് ഷോർട്ട് ബ്ലാസ്റ്റ് ഫിനിഷ് എന്ന് അതിന് പറയാം. ഇതാകുമ്പോൾ 6/1.5 ഇഞ്ചസ് വരും സൈസ്. ഓക്കെ, ഇത് നമുക്ക് എക്സ്റ്റീരിയറിൽ കൊടുക്കാൻ പറ്റുമോ? എക്സ്റ്റീരിയർ ഇന്റീരിയർ എല്ലാം ചെയ്യാം, എവിടെയും കൊടുക്കാം. കളർ ഫെയ്ഡിങ് ഉണ്ടാവില്ല? ഇല്ല. ഓക്കെ, ക്ലേ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നാട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വാറൻറ്റി ഒരു പ്രശ്നമല്ല, അത്രയും വർഷത്തോളം നിൽക്കും. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് വേറെ ഫിനിഷ് ആണല്ലോ ഈ കാണുന്നത്. ഇത് ക്ലാസി ഫിനിഷ് എന്ന് പറയും. ക്ലാസി ഫിനിഷ് 9/3 സൈസ് വരും. 9/3 വരുന്നുണ്ട്. ചോക്ലേറ്റ് കളറാണ്. ചോക്ലേറ്റ് കളറാണ്. ഇത് ഒറ്റ കളറിലേ വരുന്നുള്ളൂ? ഇത് ലൈറ്റ് റെഡ് കളർ വരുന്നുണ്ട്. അതവിടെ ലൈറ്റ് റെഡ് മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്ത്, ഇതൊക്കെ ഡിസൈനറുടെ ഒരു കഴിവാണ്. ആർക്കിടെക്ടർമാർ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്ത് അത് അവരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം അല്ലേ? ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ നിങ്ങളൊരു ഡിസൈൻ തന്നെ കാണുന്നുണ്ട്, ഒരു വെർട്ടിക്കൽ, സാധാരണ എല്ലാവരും കൊടുക്കുന്ന ഒരു ആംഗിളല്ല, ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കും. അതേപോലെ സ്ലാൻഡഡ് ആയിട്ട് കൊടുക്കാം. അതെ, അതേപോലെ ഇടയ്ക്ക് അപ്പോക്സി കൊടുത്ത് ആ രീതിയിൽ ചെയ്യാം അല്ലേ? ഇതൊരു വേറെ മോഡലാണ്. അതെ, ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ ക്ലാസി ഡിസൈൻസിൽ വരുന്ന 2 കളേഴ്സാണ്. അതിന് ചോക്ലേറ്റ് അതിൽ മിക്സ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സംഭവം ഇവിടെ ചെയ്ത് വെച്ച് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്. 6/6 ഇഞ്ചസ് വരുന്ന ക്ലാഡിങ്സ് ആണ്. 6 അതായത് ഇത് ഓരോ പീസാണ്? അതെ, ഓരോ പീസാണ്. ഓക്കെ, ഇത് ഈ രീതിയിലാണ് ഇത് അടുക്കി വെച്ച് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, ഇത് സ്പേസർ ഇട്ട് എത്ര ഗ്യാപ്പ് കൊടുത്തു? ഇത് 10 mm സ്പേസറാണ് ചെയ്തത്. 10 mm ആണ് കൊടുത്തത്. ആ രീതിയിൽ അത് ഡിസൈൻ ചെയ്യാം. ഇതൊരു മിക്സഡ് ഡിസൈൻ ആണല്ലോ. ടെറാക്കോട്ടയിൽ ഈ ഒരു കളറുകൾ നമ്മൾ അത്ര നോട്ട് ചെയ്തില്ല, പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഈ പുതിയ ഒരു കളർ. ഇതിനെന്താ പേര് പറയുന്നത്? ക്യാപ്പിച്ചിനോ കളറാണ്. ക്യാപ്പിച്ചിനോ. ഓക്കെ, ക്യാപ്പിച്ചിനോ കളറാണ്. ഇമ്പോർട്ടഡ് ആണ്. റസ്റ്റിക് കളർ വരുന്നതാണ്. രണ്ടും മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ ഒരു വൈറ്റ് ഫീല്, വൈറ്റ് ആണ്, ഒരു ക്രീം. നമ്മൾ ഈ ക്യാപ്പിച്ചിനോനേക്കാൾ ലൈറ്റ് ആണ്. അപ്പോൾ ഇത് എന്ത് പേരിട്ടത്? ബേജ് ആണ്. നമ്മുടെ ബേജ് 9/3 ആണ് വരുന്നത്. നമ്മളൊരു ബ്രിക്കിന്റെ സെയിം ഫീൽ സൈസാണ് വരുന്നത്. ഇവിടെ കുറെ മോഡലുകൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഇത് ഇതിന്റെ വലിയ സൈസുകളാണ്. അതെ, നമ്മുടെ അവിടെ കണ്ട 20/20. എത്ര കളറിൽ ഇത് വരുന്നുണ്ട്? ഇത് 6 കളേഴ്സ് വരുന്നുണ്ട്. 6 കളേഴ്സിൽ വരുന്നുണ്ട്. അത് വാളിലാണെങ്കിലും നമ്മളെ പില്ലർ കോളം ഡിസൈൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇന്റീരിയർ എല്ലാം ചെയ്യും. ഓക്കെ, ഇതിൽ ഒരു കളറ്, താഴെ കളർ ഏതാ? ഗ്രേ ആണോ? താഴെ ഗ്രേ ആണ്. ഇത് സിംസൺ ബ്ലാക്ക് എന്ന് പറഞ്ഞ കളർ. സിംസൺ ബ്ലാക്ക് അല്ലേ? ഓക്കെ, നല്ലൊരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള മോഡലുകളാണ്. ഗ്രേ കളർ. ഗ്രേ. ഓക്കെ, ഇത്രയും ലെങ്ത്തിൽ ഇത് വരുമ്പോൾ, ക്ലയിൽ വരുമ്പോൾ ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് പൊട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി. അങ്ങനെ പൊട്ടുമോ? ഇല്ല, നല്ല സ്ട്രെങ്ത് ഉള്ള ക്ലേ തന്നെയാണ്. ഇനി ഇവിടെ ഇതൊരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ കാണുന്ന മോഡല് ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. സാധാരണ ഷേപ്പുകളോ റെക്ടാങ്കിളോ സ്ക്വയറോ ഒന്നും അല്ല. ഇത് നമ്മുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ്. ഹെക്സഗണൽ ഡിസൈൻ ആണ്. ഈ കാണുന്നത് ഒരു ടെറാക്കോട്ടയുടെ സെയിം കളറാണ്. എനിക്ക് തോന്നുന്നു ഇത് മൾട്ടിപ്പിൾ കളറിൽ ഇനി വരുമായിരിക്കും. ഇനി നമ്മൾ ചെയ്യുന്നുണ്ട്.
കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യും. കാരണം ഷോ ആളുകൾക്കൊക്കെ ഇതൊരു നല്ല ഷോ തന്നെയാണ് ഈ ഒരു മോഡൽ. ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാം, നമുക്ക് ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാം. ഇനി സീലിംഗിൽ പുതിയ ഒരുപാട് ഐഡിയാസ് വരുന്നുണ്ട്, അവരൊക്കെ ഇത് ചൂസ് ചെയ്യും. ഈ ഭാഗത്തേക്കൊക്കെ ഉള്ളത് വാൾ ടൈലുകൾ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, വാൾ ടൈലുകൾ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫ്ലോറിങ്ങിനാണെങ്കിലും സീലിങ്ങിനാണെങ്കിലും വാളിനാണെങ്കിലും. ഇതെന്താ ചെറിയൊരു ടൈല്? നമ്മളവിടെ വന്ന് കണ്ട ഐറ്റം തന്നെയാണ്. അതിൻ്റെ ഒരു 6x1.5 ഇഞ്ചസ് വരുന്ന ക്ലാഡിംഗ് ആണ്. അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. മെയിൻലി ടെറാക്കോട്ടയാണ്, നമ്മൾ അതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സീലിങ്ങിൽ ഒരുപാട് സീലിംഗ് ഓടുകൾ വരുന്നുണ്ട്. നമ്മളതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി തന്നെ നമുക്ക് ചെയ്യണമെന്നുണ്ട്. ഈ കാണുന്ന ഫ്ലോറിൽ അല്ലേ, ഒരുപാട് ആളുകൾ ഫ്ലോറിൽ ടെറാക്കോട്ട കളറുള്ള ടൈലുകൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും അവർക്ക് അറിയാഞ്ഞിട്ടാണ് അത് ടെറാക്കോട്ട തന്നെ ഉപയോഗിച്ചാൽ ആ ഒരു ഫീല് കിട്ടുള്ളത്. അതിൻ്റെ ഒരു 2 സാമ്പിളുകളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കാണുന്നത് കുറച്ച് ഗ്ലോസി ഫിനിഷാണ്, അത് മാറ്റ് ഫിനിഷിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി പറഞ്ഞു തീർന്നാൽ ഈ ഒരു ഭാഗം തീരില്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ടെറാക്കോട്ട പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് ആളുകളുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് കയറുക അതാ അടിപൊളിയായിട്ടുള്ള ജാളികളാണ്. ജാളികളുടെ ഒരു അപാരമായ കളക്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ഇന്ന് കാണുന്ന ഇതുപോലുള്ള ജാളികൾ അല്ലേ, ഒരുപാട് വീടുകളിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഒക്കെ ഇമ്പോർട്ടഡ് ജാളികളാണ്. അതെ, ഏതൊക്കെ കൺട്രീസ് വരുന്നുണ്ട്? നമുക്ക് ഇന്ത്യന് വരുന്നുണ്ട്, ഇമ്പോർട്ടഡ് വരുന്നുണ്ട്. ഇതിന് നമുക്ക് 2 സൈസിലായിട്ട് വരുന്നുണ്ട്. 8x8 ഇഞ്ചസ് വരുന്നുണ്ട്, അതേപോലെ 8.5 ഇഞ്ചസിൽ വരുന്നുണ്ട്. ഓക്കെ, ഈ ചാളികളാകുമ്പോൾ പ്രൈസ് റേഞ്ച് ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്രൈസ് റേഞ്ച് നമുക്ക് 70 മുതൽ 300 വരെയുള്ള ചാളീസ് ഉണ്ട്. നമ്മൾ 40-45 മുതലുണ്ട്. ഓക്കെ, ലോക്കൽ മെയ്ഡും ഉണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള വൈറ്റ് ആയിട്ടുള്ള ബ്രേസ് ബ്ലോക്കുകൾ ഇപ്പോൾ സെലക്റ്റീവായി ആർക്കിടെക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള വെന്റിലേഷൻ അല്ലെങ്കിൽ എന്താ പറയുക, വിൻഡോ ഡിസൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഈ ഒരു മോഡലിൽ മാത്രമേ വൈറ്റിൽ വരുന്നുള്ളൂ? വൈറ്റിൽ വരുന്നത് ഇങ്ങനെയാണ് സ്പെഷ്യൽ വരുന്നത് അല്ലേ? എത്രയാണ് ഇതിന്റെ സൈസ് വരുന്നത്? 9x4x3 ഇഞ്ചസ് വരും. ഓക്കെ, ഇതില് നമുക്ക് റെഡും വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഡിസൈനേഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുക. പ്രൊഡക്റ്റുകൾ ഇവിടുന്ന് കിട്ടും, ഡിസൈൻ നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ ഇതാ മോർ ഡിസൈൻസ് വരുന്നുണ്ട്. ഇത് വെന്റിലേഷൻ വരുന്നത് 2 ഷെയ്ഡിൽ വരുന്നുണ്ടല്ലോ. 2 ഷെയ്ഡ് വരുന്നത് ഇപ്പോൾ 2 സൈസിൽ വരുന്നുണ്ട്. 2 സൈസിലും വരുന്നുണ്ട്. ഇത് 8x8 ഇഞ്ചസ് ആണ്, ഇതാകുമ്പോൾ 8.5 ഇഞ്ചസ് 8.5 ആണ് വരുന്നത്. അപ്പോൾ ജാളികളുടെ സൈസ് എന്ന് പറയുമ്പോൾ 2 സൈസാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത്. പക്ഷേ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിൽ കുറച്ചുകൂടി സ്ട്രെങ്ത്തിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണല്ലേ. ഇതിൻ്റെ വെയിറ്റ് തന്നെ എന്താണ് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത? ഇത് മെയിനായിട്ട് ലൈൻസ് കൂടുതൽ വരുന്ന ഒരു ഡിസൈൻ വരുന്ന മോഡൽ W ജാളി എന്ന് പറയും. W ജാളി, അതായത് വലിയ ഏരിയകൾക്കൊക്കെ നിങ്ങൾ ചെറിയ ജാളികൾ കൊടുത്താൽ അത് വളരെ ടൈറ്റ് അല്ലെങ്കിൽ ഒരു കൺജഷൻ ഫീലാണ് വരിക. അപ്പോൾ അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ജാളികളല്ലാതെ സ്പെഷ്യൽ ഇന്നിപ്പോൾ ട്രെൻഡിങ് ആണെന്ന് വെച്ചാൽ ഓരോ മോഡലുകളും ട്രെൻഡിങ് ആവുകയാണ് ചെയ്യുക. ഈ ജാളികൾ മിക്സ് ചെയ്ത് ഈ ഒരു ഡിസൈൻ ഇടയ്ക്ക് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി അതല്ല ഡിഫറെൻറ്റ് ഷേപ്പുള്ളത് ആംഗിൾ മാറ്റിയിട്ട് കൊടുത്താൽ നന്നാവും. കളറ് ആഡ് ചെയ്ത് അല്ലേ, വൈറ്റ് വാളിൽ റെഡ് ബ്രിക്ക് അലൈൻമെൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യാം. ജാളിയിൽ ഒരുപാട് ഐഡിയകളുണ്ട്. ഈ ഒരു മോഡൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇതും കൂടെ ഒന്ന് എടുത്ത് നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി കാണിച്ചു കൊടുക്കണം. ക്യൂബിക് ഡിസൈൻ ആണ് കേട്ടോ, ഒരു ജിയോമെട്രിക്കൽ ഐഡിയ ആണ്. സ്ക്വയറും റൗണ്ടും ഒന്നിച്ച് വരുന്ന ജാളി. അപ്പോൾ ഇങ്ങനെ ജാളികൾ നിരത്തി നോക്കുകയാണെങ്കിൽ ഒരുപാട് മോഡലിൻ്റെ ജാളികളുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 45 റുപ്പീസ് മുതൽ 300 വരെയുള്ള ജാളീസ് ഉണ്ട്. 45 മുതൽ 300 വരെയുള്ള അടിപൊളി ജാളികൾ ഇവിടെ ലഭിക്കും. ഇനി ഇവിടെ ഓടുകൾ കണ്ടു, നമ്മളൊരു വിശാലമായിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഓടിൻ്റെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി സീലിംഗ് ഓടാണെങ്കിലും റൂഫിംഗ് ഓട് അല്ലെങ്കിൽ റൂഫിംഗ് ടൈലാണെങ്കിലും ഫ്ലോറിംഗ് ടൈലാണെങ്കിലും ഇവിടെ ഉണ്ട്. ജാളികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇമ്പോർട്ട് ജാളിയിൽ വിയറ്റ്നാമിൽ നിന്നാണ് വരുന്നത് അല്ലേ? വിയറ്റ്നാമിൻ്റെയും ഇന്ത്യയുടെയും അതെല്ലാം ഇവിടെ ലഭിക്കും. എല്ലാം എനി ടൈം എനി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഏകദേശം എത്ര മോഡൽ ജാളികൾ ഉണ്ടാവുന്നു? നമുക്കിവിടെ ഒരു 35+ ഡിസൈൻസ് ജാളീസ് വരുന്നുണ്ട്. ഓക്കെ, ഇമ്പോർട്ടഡിൽ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന പല മോഡലുകളും ഇവിടെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മൾ ഓടുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരാൾ നിങ്ങളടുത്ത് വരികയാണ്, നമുക്ക് കുറേ ഓടുകൾ വേണം, എന്തായാലും ഒരു വീടിന് കുറേ വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് എത്തിക്കാൻ പറ്റും? എനി ടൈം എനി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ തന്നെ വലിയൊരു വെയർ ഹൗസ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. അത് മാത്രമല്ല നമുക്ക് ഇവിടുത്തെ കളക്ഷൻ ഒന്ന് കണ്ടാലോ. വിശാലമായ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അല്ലേ.
ഇതിൽ ജാളി ഉണ്ട്, ഓടുണ്ട്, ടൈലെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ ജാളികളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ജാളി ഇമ്പോർട്ടഡ് ജാളീസ് ആണ്. ഇമ്പോർട്ടൻ്റ് ജാളികളാണ്. ഇനി ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതൊക്കെ ടൈൽസിന്റെ കളക്ഷൻ. ഇതാണ് നമ്മളിപ്പോൾ കണ്ട മോഡൽ അല്ലേ? ഇത് ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഇപ്പം തന്നെ ഉണ്ട്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഒരുപാട് മോഡലുകൾ നിരന്ന് കിടക്കുകയാണ്. ഇനി പർച്ചേസ് ചെയ്യണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് എറണാകുളത്ത് നെട്ടൂർ NH ബൈപ്പാസിലായിട്ട് വരും. NH ബൈപ്പാസിലാണ്, മാർക്കറ്റ് ജംഗ്ഷൻ എന്ന് പറയാം. ഹരി സാറാണ് കൂടുതൽ. ഹായ് സർ. ഹായ്. ഒരുപാട് ടെറാക്കോട്ട പ്രൊഡക്റ്റുകൾ മുമ്പ് നമ്മൾ ഇവിടെ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുത്തത് വാൾ ക്ലാഡിങ്, അതുപോലെ ജാളികൾ, സ്പെഷ്യലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അല്ലേ? ഈ ജാളികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡലുകൾ അല്ലേ? ഒരുപാട് മോഡലുകളുണ്ട്. ഏകദേശം എത്ര മോഡലുകൾ ഉണ്ടായിരുന്നു? ജാലിയിൽ ഏകദേശം ഒരു 20 to 25 പാറ്റേൺസ് ഉണ്ട്. ജാലിയിൽ 3-4 ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഒന്ന് നമ്മൾ ഗുജറാത്തിലെ പ്രൊഡക്ഷന്, പിന്നെ ഇമ്പോർട്ടഡ്, പിന്നെ ലോക്കലില്, അങ്ങനെ ഒരുപാട് മോഡലുകൾ ഉണ്ട്. നമ്മൾ ഈ പ്രൊഡക്റ്റുകൾ എല്ലാം ലഭിക്കണമെങ്കിൽ ഈ ടെറാക്കോണിൽ വരണം. നമ്മൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ചെന്നൈയിലോ വന്നിട്ട് പ്രൊഡക്റ്റ് വാങ്ങാൻ നമ്മളെ വ്യൂവേഴ്സിന്, മലയാളികൾക്ക് വന്ന് കളക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എറണാകുളത്ത് തന്നെ നമ്മൾ ഓപ്പൺ ആക്കിയത്. എറണാകുളത്തിലെ ഷോറൂം കം സ്റ്റോക്ക് യാർഡ് ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ സ്റ്റോറേജ് നിങ്ങൾ എത്രത്തോളം വലുതാണെന്ന് പറയേണ്ടതില്ല, കാരണം ഓൾറെഡി ഓൾ ഇന്ത്യ സപ്ലൈ ചെയ്യുന്ന ഒരു ടീം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നമ്മൾ കേരളത്തിൽ എത്ര സ്പീഡിൽ എത്തിക്കാൻ പറ്റും പ്രൊഡക്റ്റുകൾ? ഇത് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. സ്റ്റോക്ക് ഇല്ലെങ്കിൽ 1 or 2 വീക്സ്, മാക്സിമം 3 വീക്സിൽ. അത്രേ ഉള്ളൂ. ഇമ്പോർട്ടഡ് ആണെങ്കിൽ ഇന്ന് കുറച്ച് സമയം കൂടും. അത് ക്വാണ്ടിറ്റി പിന്നെ ടൈപ്പ് ക്വാളിറ്റി അനുസരിച്ച് അവർ ടൈം എടുക്കും. അത് ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മൾ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കൊടുക്കാം. ഓൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് മലയാളികൾ പറഞ്ഞാലും ഓൾ ഇന്ത്യ ഉണ്ടല്ലോ. അപ്പോൾ ഇന്റർനാഷണൽ മലയാളികൾ നമ്മളെ വ്യൂവേഴ്സ് അങ്ങനെ തന്നെയാണ്. മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒരു വ്യൂ വരുന്നത് കൊണ്ട് അവർക്ക് പ്രൊഡക്ട്സുകൾ എങ്ങോട്ടും എത്തിക്കാൻ പറ്റും അല്ലേ? ഇന്ത്യയിൽ എവിടെയും നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് കാശ്മീർ ടു കന്യാകുമാരി സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ലോജിസ്റ്റിക്സും ഉണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ സിറ്റികൾക്ക് ലോക്കൽ പാർസൽ സർവീസ്, ഇപ്പോൾ VRL, ആ മാതിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാർസൽ സർവീസസ് ഉണ്ട്. പെട്ടെന്ന് പ്രൊഡക്റ്റുകൾ ലഭിക്കും. ഏൽപ്പിക്കും ആ ഡിസ്റ്റൻസിനനുസരിച്ച്. ഇപ്പോൾ കാശ്മീർ ആണെങ്കിൽ ഒരു 8-10 ദിവസത്തിലെ സാധനം എത്തും. കേരളത്തിലെ 1 ദിവസം 2 ദിവസം എത്തും. അത്രയും കളക്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരും. എറണാകുളത്ത് മരടിലെ മാർക്കറ്റ് ജംഗ്ഷനിലാണ് നമ്മളുള്ളത്. ഒരുപാട് ഫ്ലോറിംഗ് ആണെങ്കിലും ടെറാക്കോട്ടയുടെ 100% അല്ലേ? ടെറാക്കോണിലല്ലാതെ വേറെ എവിടെ ടെറാക്കോട്ട കിട്ടും? എവിടെ കിട്ടില്ല. ഇത് റേഞ്ചസ് നമ്മളടുത്ത് ഫ്ലോറ്, വാള്, റൂഫ്, പിന്നെ വേറെ ഡെക്കറേറ്റീവ് ഏത് വേണമെങ്കിലും ടെറാക്കോട്ട ഓൾ ഇന്ത്യയിൽ. അപ്പോൾ വളരെ നന്ദി സർ, കാര്യങ്ങൾ പറയുന്നത്. നമ്മുടെ വ്യൂവേഴ്സ് നിങ്ങളെ വിളിക്കും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഫാസ്റ്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്.